പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുന്നത്. സാന്ത്വന, എന്താണ് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? എന്താണ് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് statistical hypothesis of application. അതിലെ ചില വാക്കുകൾ എഴുതിട്ടില്ല. ഞാനത് ചോദിക്കുന്ന അറിഞ്ഞോണ്ടാണോ അത് ബ്ലാങ്ക് ആക്കിട്ടെ? അല്ലല്ല, അതാ ശരിക്കും അതങ്ങനെ. അപ്പൊ പിന്നെ എന്താ അറിയാ? എന്താ ഒരു പാരാമെട്രിക് ഹൈപ്പോത്തസിസ്? numerical value of the hypothesis unknown. ക്ലിയർ ആയില്ല? Parametric hypothesis. The hypothesis is referred. ഡോക്ടർ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കായിരുന്നു. കാല് ചെറുതായിട്ട് സമയം കിട്ടിയില്ല. നോട്ടൊന്നും എഴുതി എടുത്തിട്ടില്ല? നോട്ടുണ്ട്, കയ്യിലുണ്ട്. നോട്ടുണ്ട്. അപ്പൊ എപ്പോഴേക്കാ വായിച്ചു നോക്കുക? അടുത്ത ക്ലാസ്സിൽ വേണ്ടേ ക്ലാസ്? ശ്രീലക്ഷ്മി എവിടെ പോയി? ശ്രീലക്ഷ്മി മോൾ, എന്താണ് വിളിച്ചിട്ട് വിളി വെക്കാത്ത? ഇപ്പൊ കട്ടായതപ്പോ ഓക്കെ. എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ? ഡിഫൈൻ ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ റിജക്ടിങ് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് ദ നൾ ഹൈപ്പോത്തസിസ് when H naught is true. അതാണോ ക്രിട്ടിക്കൽ റീജിയൻ? ആണോ? ഉറപ്പാണോ? ബുക്ക് ഉണ്ടോ കയ്യില്? ബുക്ക് മറിച്ച് നോക്കുക, അതിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ ഈസ് പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് H naught when H naught is true. അതാണോ? അല്ല, ട്രൂ ആണ്. അതാണോ ക്രിട്ടിക്കൽ റീജിയൻ? It is the probability of the test. എന്താണ് ശ്രീലക്ഷ്മി, എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ? ക്രിട്ടിക്കൽ റീജിയനിൽ എങ്ങനെ പ്രോബബിലിറ്റി വരിക? ഇറ്റ് ഈസ് എ റീജിയൻ. അവിടെ എങ്ങനെ പ്രോബബിലിറ്റി വരിക? It is a region. When the null hypothesis is true. എന്ത് റീജിയനാ? Critical region. അങ്ങനെയൊന്നും ഇല്ല. എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ? ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ദ റീജിയൻ ഓഫ് റിജക്ഷൻ. റിജക്ട് ചെയ്യുന്ന റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. അല്ലാതെ അതിൽ പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് H naught when H naught is true ഒന്നും ഇല്ല. അത് ടൈപ്പ് 1 എറർ ആണ്. റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോ നമ്മൾ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയൻ ആണിത്. നമ്മൾ പറയാണ് ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ 10-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 10. നമ്മൾ എവിടെയാണോ റിജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റീജിയൻ. ഓക്കെ, നമ്മൾ അന്ന് ചെയ്ത പ്രോബ്ലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/θ for 0 less than or equal to x less than or equal to theta and 0 elsewhere. This call is now being recorded. H naught such that theta equal to 1 against H1 such that theta equal to 2 by means of a single observed value of x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what would be the sizes of the type 1 and type 2 errors if you choose the interval
0.5 less than or equal to x and 1 less than or equal to x less than or equal to 1.5 as the critical regions. Also obtain the power function of the test. ഇതല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്രിട്ടിക്കൽ റീജിയൻ കൺസിഡർ ചെയ്തു 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇത് ചെയ്തത് തന്നെയാണ്, ഞാൻ നല്ല ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ആൽഫ ആദ്യം കണ്ടുപിടിക്കുന്നത് ആൽഫ, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഈസ് ട്രൂ. എച്ച് നോട്ട് ട്രൂ ആവുമ്പോ അതിന് റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പൊ എച്ച് നോട്ട് റിജക്ട് ചെയ്യണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താവണം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 ആവണം, അല്ലെങ്കിൽ 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. രണ്ടും സെയിം ആണ്. നമ്മളെടുത്തു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5. ഗിവൺ എച്ച് നോട്ട് ഈസ് ട്രൂ. എച്ച് നോട്ട് ട്രൂ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താ വരിക? തീറ്റ ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 എന്നുള്ള പ്രോബിലിറ്റി എങ്ങനെ കാണാം? 0.5 ടു ഇവിടെ അപ്പർ ലിമിറ്റ് തീറ്റയാണ്. സോ 0.5 ടു തീറ്റ എഫ് ഓഫ് എക്സ് വെൻ തീറ്റ ഈക്വൽ ടു 1. തീറ്റ 1 ആവുമ്പോൾ എന്തായി? 0.5 ടു തീറ്റയുടെ വാല്യൂ 1 ആണ്. സോ 0.5 ടു 1 എഫ് ഓഫ് എക്സ് ഈസ് 1 ബൈ തീറ്റ, ബട്ട് തീറ്റ ഈക്വൽ ടു 1. സോ 1 dx. ഇതെന്തായി? എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0.5 ടു 1, അതായത് 1 മൈനസ് 0.5 ഈക്വൽ ടു 0.5. ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെയാണ് ആൽഫ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ അത്? ഇതേപോലെ നമ്മൾ കണ്ടുപിടിക്കാൻ പോയതായിരുന്നു ബീറ്റ ടൈപ്പ് 2 എറർ അല്ലെ? ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ പറഞ്ഞിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നോ ബീറ്റ? ചെയ്തിരുന്നു. ഓക്കെ, ബീറ്റ ഈസ് പ്രോബബിലിറ്റി. ഒന്നുകൂടി അറിയാൻ വേണ്ടി പറയണം. ടൈപ്പ് 2 എറർ അല്ലെ? അതായത് പ്രോബബിലിറ്റി ഓഫ് accept h naught when h naught is false. h naught false ആവുമ്പോ h naught നമ്മൾ accept ചെയ്യണം. accept ചെയ്യാന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുന്ന റീജിയൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ എന്താ വരിക? 0.5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 അല്ലേ? ഇത് റിജക്ഷൻ റീജിയൻ ആയിരുന്നു. അപ്പൊ അക്സെപ്റ്റൻസ് റീജിയൻ വിൽ ബി 0.5 greater than or equal to x, that is x less than or equal to 0.5. Given h naught false, അല്ലെങ്കിൽ h naught false ആവുക എന്ന് പറഞ്ഞാൽ h1 ആണ് ട്രൂ ആവുക. h1 ട്രൂ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എന്താ വരിക? Under h1 the value of theta is theta equal to 2. അപ്പൊ probability that x less than or equal to 0.5 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 0 ആണ്. 0 to 0.5 f of x within the when theta equal to 2, which is equal to 0 to 0.5, 1 by theta എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എന്താ? 1 by theta dx when theta equal to 2, that is integral 0 to 0.5 1 by 2 dx, 1 by 2 into x within the limit 0 to 0.5, that is 1 by 2 into 0.5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.25. ഇതാണ് നമ്മുടെ ബീറ്റ, അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. മനസ്സിലായോ? മനസ്സിലായി. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു? 1 മൈനസ് ബീറ്റ, ദാറ്റ് ഈസ് 1 മൈനസ് 0.25 ഈക്വൽ ടു 0.75. അതാണ് ഈ ഫസ്റ്റത്തെ ക്രിട്ടിക്കൽ റീജിയന്റെ പവർ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ടെസ്റ്റിന്റെ പവർ. പവർ അന്ന് എഴുതിണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, പവർ എഴുതിയിട്ടില്ല. ബീറ്റ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ പവർ എഴുതൂ. പവർ എഴുതിയതിനു ശേഷം രണ്ടാമത്തെ ക്രിട്ടിക്കൽ റീജിയൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ ആൽഫയും ബീറ്റയും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ആൽഫയും ബീറ്റയും. അപ്പൊ ഈ ക്രിട്ടിക്കൽ റീജിയൻ മാറുന്നേ ഉള്ളൂ. രണ്ടാമത്തത് വരുമ്പോ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. അതാണ് ഇവിടെ വരിക. ഇവിടെ അല്ല, ഇതിപ്പോ ബീറ്റയാണ്. ആൽഫയിലാണ് നമ്മൾ റിജക്ട് h നോട്ട് എന്ന് വരുന്നത് അല്ലേ?
റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടെസ്റ്റില് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 ആണ്. അപ്പൊ ആദ്യം പവർ എഴുതുക, ദെൻ രണ്ടാമത്തെ ക്രിട്ടിക്കൽ റീജിയൻ യൂസ് ചെയ്തുകൊണ്ട് ആൽഫ കണ്ടുപിടിക്കുക. അതിനുശേഷം ഞാൻ പറയാം. ക്ലിയർ ആയോ? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഇതുപോലത്തെ പ്രോബ്ലം. ഇത് നിങ്ങൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു 6 മാർക്കിന്റെയോ ഒരു 10 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ മിസ്സാവും. വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. അപ്പൊ ആൽഫ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. when theta equal to 1, so that is equal to probability equal to integral 1 to 1 to 1.5 1 by theta d theta then എന്താണ് dx when theta equal to 1. അപ്പോൾ ശരി പറഞ്ഞാൽ x കുട്ടിയെ x 1 1.5 that is equal to 1.5 minus 1.5 is equal to integral 1 to എന്താ കൊടുത്തേ? 1.5 എന്താ വരിക? എന്താ ചെയ്ത ഐശ്വര്യ? 1.5 ആണ് മിസ്. ഇന്റഗ്രൽ 1 to 1.5 ആണോ അത് വരിക? അല്ലേ? നമ്മുടെ f of x എന്തായിരുന്നു? 1 by theta for 0 less than or equal to x less than or equal to theta. തീറ്റ വരെ പോവുള്ളൂ. ഇവിടെ തീറ്റയുടെ വാല്യൂ എന്താണ് അണ്ടർ ദ നൾ ഹൈപ്പോതെസിസില്? 1. ഇന്റഗ്രൽ 1 to 1 ആ വരിക. 1 by theta dx. അപ്പോൾ 0. theta equal to 1. അപ്പൊ ഇന്റഗ്രൽ 1 to 1 1 dx എന്ന് പറഞ്ഞാൽ 0. x within the limit 1 to 1 that is 0 ആണ് വരിക. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ആണ്. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ ഇതാണ് തെറ്റിക്കുന്നു പറയുന്നത്. നമ്മൾ എപ്പോഴും എക്സിന്റെ റേഞ്ച് ഏത് വരെയാണ് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ റീജിയൻ 1.5 2 3 എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ എക്സ് ഏത് വരെ പോവുള്ളൂ? തീറ്റ. അണ്ടർ ദ നൾ ഹൈപ്പോതെസിസിൽ തീറ്റയുടെ വാല്യൂ 1 ആണ്. സോ ഇത് ഏത് വരെ പോവുള്ളൂ? 1 വരെ പോവുള്ളൂ. അപ്പൊ അതിന്റെ ലിമിറ്റ് എടുത്താൽ 0 ആണ് കിട്ടുക. മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. കിട്ടാത്തവര് എഴുതിയെടുക്കോ, കിട്ടാത്തവര് ചെയ്യോ? ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയൂ. അങ്ങനെയാണ് നോക്കേണ്ടതല്ലേ? ഓക്കെ. ഇനി മറ്റേതിൻ്റെ റീജിയൻ ഒക്കെ എങ്ങനെയാണ്? കുമണി കഴിഞ്ഞാ പറയാം. കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതേപോലെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബീറ്റ. ബീറ്റ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് accept H0 when H1 is true. അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 minus probability of reject H0 when H1 is true. മനസ്സിലായോ? നമുക്ക് ഇവിടെ ക്രിട്ടിക്കൽ റീജിയന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം 1 1.5 ഇടയിലാണ്. നമ്മൾ പ്രോബബിലിറ്റിനെ എങ്ങനെ മാറ്റി? പ്രോബിലിറ്റി ഓഫ് accepting H0 when H1 is true is same as 1 minus probability of reject H0 when H1 is true. അപ്പൊ minus probability that എന്തായിരുന്നു ക്രിട്ടിക്കൽ റീജിയൻ? 1 less than or equal to x less than or equal to 1.5 given H1 is true എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 2 അല്ലേ? ഇനി ഈ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? 1 മൈനസ് ഇന്റഗ്രൽ 1 to തീറ്റ വരെയാണ് പോവാ, അല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ 2 ആണ്, ബട്ട് നമുക്ക് ഇവിടെ 1.5 വരെ ഉള്ളതേ ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ 1 to 1.5 തീറ്റയുടെ വാല്യൂ 2 ആണ്, സോ 1/2 dx എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇവിടെ 1 to 1.5 വരെയാണ്, ബട്ട് തീറ്റ 2 വരെ പോകുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ എക്സ്, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് വരെ പോവും? 1/θ ഫോർ 0 less than or equal to x less than or equal to 2 വരെ പോകും. പക്ഷെ നമുക്ക് വേണ്ട പ്രോബബിലിറ്റി 1.5 വരെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ തീറ്റ 2 ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ 1 to 1.5 വന്നത്. തീറ്റ 1 ആണെങ്കിൽ ഇവിടെ 1 മാത്രമേ വരുള്ളൂ. പിന്നെ 1/θക്ക് തീറ്റക്ക് 2 കൊടുത്തു. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. ക്ലിയർ ആയോ എഴുതുന്നത്? മനസ്സിലായി. ചെയ്യൂ, എന്നിട്ട് ബീറ്റയുടെ ആൻസർ പറയൂ. എല്ലാവരും പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാത്ത. നിങ്ങൾ അതിന് മടി പിടിച്ചിരുന്ന നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട്. എന്താ മിണ്ടാത്ത? എത്ര കിട്ടി ബീറ്റ? 0.75 ആണ് മിസ്. 0.75. അപ്പൊ പവർ എന്തായിരിക്കും? പവർ ഈക്വൽ ടു 1 minus beta, that is 1 minus 0.75 equal to 0.25. കിട്ടിയോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. If x greater than or equal to 1, x greater than or equal to 1 is the critical region. If x greater than or equal to 1 is the critical region, for testing h naught such that theta equal to 2 against h1 such that theta equal to 1 on the basis of a single observation from f of x theta equal to
theta e raised to minus theta x for x greater than or equal to 0 and 0 elsewhere. Obtain probabilities of type 1 and type 2 errors. Obtain probabilities of type 1 and type 2 errors. Obtain probabilities of type 1 and type 2 errors. ചെയ്യാമോ? ആ മിസ്സേ. ചെയ്യും. ടൈപ്പ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ എന്താ ശരിക്കും? പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റ് h നോട്ട് വെൻ h നോട്ട് ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ എന്താ കൂടി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മാത്രം. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തരുന്നതല്ല നമുക്കപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ റിജക്റ്റ്. ഓക്കെ. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വെൻ എന്താ എച്ച് നോട്ട് ട്രൂ ആകുമ്പോൾ എന്താ എച്ച് നോട്ടിൻ്റെ വാല്യൂ തീറ്റ ഈക്വൽ ടു 2. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമ്മൾ വാല്യൂ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇവിടെ അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ എന്താ? തീറ്റയാണ്. 1 to തീറ്റയാണ് വരാം. 1 ഇവിടെ 2 വരെ വരികയായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ശരിക്കാണ് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വെൻ തീറ്റ ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 നമ്മുടെ ഫങ്ഷൻ എന്താ? തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് വെൻ തീറ്റ ഈക്വൽ ടു 2. തീറ്റ ഈക്വൽ ടു ശരിക്കും 2 ആകുമ്പോൾ ശരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താ? 1 to 2 2 ഇ റേസ് ടു മൈനസ് 2x. എൻ്റെ കൃഷ്ണ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എക്സിൻ്റെ പക്ഷേ ഇൻറ്റു എക്സിൻ്റെ ഇത് വരും. എന്താ എക്സിന് മൈനസ് 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരാം? അയ്യോ അതൊക്കെ വരില്ലേ കൃഷ്ണ? 2 ഇ റേസ് ടു മൈനസ് 2xനെ ശരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ -xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ ശരിക്കും വരാം? -x² 2 വരില്ലേ? 1 to 2. ആദിത്യൻ, when h naught is true, that is probability of h naught reject ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ critical region. x greater than or equal to 1 given h naught is true എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 2. x greater than or equal to 1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 to infinity f of x dx when theta equal to 2. That is integral 1 to infinity. Theta value 2 means 2 e raised to minus 2x dx. അല്ലേ? 2 പുറത്തെടുത്താൽ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus 2x by minus 2 within the limit 1 to infinity. 2 ക്യാൻസൽ ചെയ്ത് പോയി, ഒരു മൈനസ് പുറത്തുണ്ട്. Then ഈ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ e raised to minus infinity 0. എക്സിന് 1 ഇട്ട് കൊടുത്താൽ e raised to minus 2. മൊത്തത്തിൽ എന്താ ആൽഫ വരിക? e raised to minus 2. മനസ്സിലായോ? കിട്ടിയ യഥാർത്ഥെങ്കിലും? ഇല്ല മിസ്സേ. ഇല്ല മിസ്സേ. ഇല്ല. എവിടെ തെറ്റിയത്? എവിടെ കിട്ടാഞ്ഞത്? ഇന്റഗ്രൽ 1 to infinity ആയിരുന്നു ഞാൻ വേറെ ചെയ്തത്. അത് ചെയ്യാറില്ല? ഇല്ല, എനിക്ക് അപ്പർ ലിമിറ്റ് കിട്ടിയില്ല. ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചതല്ലേ നിങ്ങള്? അല്ല, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി അല്ല എടുത്തത്. 2 എടുത്തോ? 3
അതെങ്ങനെ 2 എടുക്കുക? നമ്മൾ എക്സിന്റെ റേഞ്ച് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എക്സിന്റെ റേഞ്ച് തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മനസ്സിലായ? മനസ്സിലായി. ഇതേപോലെ ബീറ്റ ചെയ്യോ? that is equal to minus of 0 minus e raised to minus 2 that equal to e raised to minus 2. ഇനി ബീറ്റ എന്ന് പറയുമ്പോൾ ചോദിക്കുക എന്താ? പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തീറ്റ equal to 1 അല്ലേ? തീറ്റ 1 ആകുമ്പോൾ അപ്പോൾ 0 അല്ലേ വരാം. ദാറ്റ് ഈസ് ഇക്വൽ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വെൻ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ശരിക്കും എന്താ പറയുക? ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് തീറ്റ ഈക്വൽ ടു 1 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻ്റഗ്രൽ 0 to 1 എന്താണ്? തീറ്റ ഇ റേസ്ഡ് അപ്പം 1 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇ റേസ്ഡ് മൈനസ് എക്സ് ഡി എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? -1 വരില്ലേ? അപ്പോൾ ശരിക്കും ഇ റേസ്ഡ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1 then 0 to 1 കിട്ടിയോ? e raised to minus 1 by minus 1 minus e raised എന്താണ് ബീറ്റ കിട്ടിയോ? 0 by 0. Probability of type 2 error. ഗോപിക കിട്ടിയോ ബീറ്റ? 1 മൈനസ് ഇ റേസ് ടു -1 ആണ്. 1 മൈനസ് -1 എന്താ വരിക? പ്രോബിലിറ്റി ഓഫ് accepting h0 when h1 is true അല്ലേ? ഇപ്പൊ റിജക്ട് ചെയ്യുന്നത് നമ്മള് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോഴാണ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാ? x ലെസ് ദാൻ 1 ആവുമ്പോ അല്ലേ? given theta equal to 1. x less than 1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 theta e raised to minus theta x dx when theta equal to 1. That is integral 0 to 1 e raised to minus x dx നായി തീറ്റയ്ക്ക് 1 കൊടുത്താൽ അതിന് e raised to minus x by -1 within the limit 0 to 1. So minus of upper limit കൊടുക്കുമ്പോൾ e raised to -1, lower limit കൊടുക്കുമ്പോൾ e raised to 0 is 1. So 1 minus e raised to -1. അങ്ങനെയാണ്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. e raised to -1 e raised to -1 e
ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എനിക്കിപ്പോ വേറെ ക്ലാസ് ഉണ്ട്.